ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ PG ട്രെയിനി ഡോക്ടർ അതിക്രൂരമായ ബലാത്സംഗത്തിന് ശേഷം കൊല ചെയ്യപ്പെട്ട വാർത്ത ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചിരിക്കുമ്പോൾ ഇതാ അതിലും രാഷ്ട്രീയ തർക്കങ്ങൾ കൊണ്ടുവരുന്നു ഒരു വിഭാഗം. പ്രതികളെ രക്ഷിക്കാൻ മമതാ ബാനർജി ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. ഇതിനു പിന്നാലെ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് ഉണ്ടായത്രയും അതിക്രമങ്ങൾ സ്ത്രീകളുടെ നേരെ മറ്റൊരു കാലഘട്ടത്തിലും ഉണ്ടായിട്ടില്ലെന്ന് തൃണമൂൽ കോൺഗ്രസും കുറ്റപ്പെടുത്തി. പക്ഷേ ഇവിടെ രാഹുൽ ഉന്നയിച്ച ആരോപണങ്ങളിൽ ചില കഴമ്പുണ്ട്. പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ച ആശുപത്രി അധികൃതർക്കും പ്രാദേശിക ഭരണകൂടത്തിനുമെതിരെ ഗൗരവമുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ കുറ്റക്കാരെ സംരക്ഷിക്കുന്നത് മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് തന്നെയാണ്. ഇക്കഴിഞ്ഞ 9-ന് ആശുപത്രിയിലെ സെമിനാർ ഹാളിലാണ് അർദ്ധനഗ്നയായി യുവ ഡോക്ടറുടെ മൃതദേഹം കണ്ടെത്തിയത്. ക്രൂരപീഡനത്തെ തുടർന്ന് രഹസ്യഭാഗങ്ങളിൽ ഉൾപ്പെടെ ഗുരുതരമായ മുറിവുകൾ ഉണ്ടായിരുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. തൈറോയ്ഡ് ഗ്രന്ഥി തകർന്ന നിലയിലായിരുന്നു. കണ്ണുകളിൽ നിന്നുൾപ്പെടെ രക്തം വാർന്നിരുന്നു. പുലർച്ചെ 3-നും 5-നും ഇടയിലാണ് മരണം സംഭവിച്ചതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ട്. കേസുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റ് നടന്നിട്ടുണ്ട്. അറസ്റ്റിലായത് ഒരു പോലീസ് വോളണ്ടിയർ ആണ്. ഇയാൾ നേരത്തെ പോലീസിനോട് കുറ്റം സമ്മതിച്ചിരുന്നു. പക്ഷേ കേസിന്റെ തുടക്കം മുതൽ പല രാഷ്ട്രീയ ഇടപെടലുകളും കുറ്റക്കാരനെ സംരക്ഷിക്കുന്ന തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഡോക്ടറുടെ മരണം ആത്മഹത്യയാക്കി തീർക്കാൻ വരെ ഉന്നതരുടെ ഭാഗത്തു നിന്നും ശ്രമം നടന്നിരുന്നു. കേസ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കൊല ചെയ്യപ്പെട്ട ഡോക്ടറുടെ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുകയും ഉണ്ടായി. എന്നാൽ കുറ്റവാളികളെ പിടികൂടുന്നതിനെതിരെ തെരുവിലടക്കം പ്രതിഷേധങ്ങൾ ശക്തമായതോടെ സംഭവത്തിൽ CBI അന്വേഷണത്തിന് കൊൽക്കത്ത ഹൈക്കോടതി ഉത്തരവിട്ടു. സംഭവത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് പെൺകുട്ടിയുടെ കുടുംബം ഉൾപ്പെടെ നിരവധി പേർ കോടതിയെ സമീപിച്ചിരുന്നു. കേസിൽ പശ്ചിമ ബംഗാൾ സർക്കാരിനെതിരെ കോടതി കടുത്ത വിമർശനമാണ് അന്ന് നടത്തിയിരുന്നത്. സംഭവത്തിൽ എന്തുകൊണ്ട് ആദ്യം കൊലപാതക കേസ് രജിസ്റ്റർ ചെയ്തില്ലെന്നാണ് ചീഫ് ജസ്റ്റിസ് TS ശിവജ്ഞാനവും ജസ്റ്റിസ് ഹിരൺമയി ഭട്ടാചാര്യ എന്നിവരടങ്ങിയ ഡിവിഷണൽ ബെഞ്ച് ചോദിച്ചത്. ആർജിക്കാർ കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനോട് ദീർഘകാല അവധിയിൽ പ്രവേശിക്കാൻ കോടതി നിർദ്ദേശിച്ചിരുന്നു. കേസിൽ കോളേജ് പ്രിൻസിപ്പലിനെയാണ് ആദ്യം ചോദ്യം ചെയ്യേണ്ടിയിരുന്നതെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. ഡോക്ടറുടെ ക്രൂര കൊലപാതകം ഉണ്ടായതിനു ശേഷം തിങ്കളാഴ്ച രാവിലെയാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ബംഗാൾ സർക്കാരിന് രാജിക്കത്ത് നൽകിയത്. എന്നാൽ മണിക്കൂറുകൾക്കകം അദ്ദേഹത്തെ കൊൽക്കത്ത നാഷണൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളായി സർക്കാർ നിയമിക്കുകയായിരുന്നു. ഒരു സംഭവത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ച പ്രിൻസിപ്പലിനെ എങ്ങനെ മറ്റൊരു കോളേജിൽ നിയമിക്കും? ഇവിടെയാണ് സംശയത്തിന് ആക്കം കൂട്ടുന്നത്. ആരെയോ സംരക്ഷിക്കാൻ ഭരണത്തിലിരിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് ശ്രമിക്കുന്നുവെന്ന് ഇതോടെ ബോധ്യപ്പെട്ടു. പിടിക്കപ്പെട്ട പോലീസ് വോളണ്ടിയർ ഒറ്റയ്ക്കാണോ കൊലപാതകം നടത്തിയത് എന്ന കാര്യത്തിൽ ഇത്ര ദിവസമായിട്ടും വ്യക്തത ഉണ്ടായിട്ടില്ല. കൂടുതൽ പേർ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് സംശയം. ആരെയൊക്കെയോ സംരക്ഷിക്കുന്ന നിലപാടുകൾ തന്നെയാണ് മമതാ ബാനർജി ഉൾപ്പെടെയുള്ളവർക്ക്. സംഭവത്തിൽ ഒരാൾ അറസ്റ്റിലായെങ്കിലും മജിസ്ട്രേറ്റ് തല അന്വേഷണം ആവശ്യപ്പെട്ട് ഫെഡറേഷൻ ഓഫ് റെസിഡൻസ് ഡോക്ടേഴ്സ് അസോസിയേഷൻ ഇപ്പോഴും സമരത്തിലാണ്. കേസിൽ CBI അന്വേഷണം, അതിവേഗ കോടതി, എല്ലാ ആശുപത്രികളിലും കേന്ദ്ര സംരക്ഷണ നിയമം നടപ്പാക്കാൻ സമിതി രൂപീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും ഫോർഡെ ഉന്നയിക്കുന്നുണ്ട്. രാജ്യത്തുടനീളമുള്ള 3 ലക്ഷത്തോളം ഡോക്ടർമാർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ഒരു വർഷം മുൻപ് കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർ വന്ദനദാസ് അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട് നാളുകൾ ഇത്രയും ആയിട്ട് പോലും വിചാരണ ആരംഭിച്ചിട്ടേ ഉള്ളൂ. പെൺകുട്ടികൾ ഒന്നും സുരക്ഷിതരല്ലെന്ന് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന സംഭവങ്ങളാണ് ഓരോ ദിവസവും നടക്കുന്നത്. ഇപ്പോൾ വീണ്ടും ഒരു ഡോക്ടർ അതിക്രൂരമായ പീഡനത്തിന് ശേഷം കൊല ചെയ്യപ്പെട്ടിട്ടും അവരെ സംരക്ഷിക്കുകയാണ് അവിടെയുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ സർക്കാർ. ആരെയൊക്കെയോ പൊതിഞ്ഞ് സംരക്ഷിക്കാനുള്ള ശ്രമം തന്നെയാണ് തൃണമൂൽ കോൺഗ്രസ് നടത്തുന്നത്. ഇതിനെതിരെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചത് മമതാ ബാനർജിയെ ചൊടിപ്പിച്ചിട്ടുണ്ട്. കോളേജ് പ്രിൻസിപ്പൽ ഉൾപ്പെടെ ആശുപത്രി ജീവനക്കാർക്കും കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കും എല്ലാം തൃണമൂൽ കോൺഗ്രസ് രഹസ്യമായ സംരക്ഷണം ഒരുക്കിയിരുന്നു. കേസിനെ വഴിതിരിച്ചുവിടാനും കൊലപാതകം ആത്മഹത്യയായി മാറ്റാനും തൃണമൂൽ കോൺഗ്രസ് ശ്രമിച്ചു. ജനങ്ങളുടെ പ്രതിഷേധത്തിന് മുൻപിൽ ഒന്നും വില പോകില്ലെന്ന് കണ്ടപ്പോൾ അവിടെയും രാഷ്ട്രീയ കളി കളിക്കുകയാണ് മമതാ ബാനർജി.
കുറ്റം കോൺഗ്രസ് ഭരണത്തിന്റെ തലയിൽ വെച്ച് കെട്ടി സ്വന്തം കൈ കഴുകാനാണ് മമത ശ്രമിക്കുന്നത്. ഭരണഘടനാ പദവി ഉപയോഗിച്ച് എന്തും ചെയ്യാമെന്ന അഹങ്കാരമാണ് മമതയ്ക്ക്. എന്നാൽ രാജ്യവ്യാപകമായ പ്രതിഷേധം അമർച്ച ചെയ്യാൻ തൃണമൂലിന് കഴിയുന്നില്ല. ആരൊക്കെ സംരക്ഷിക്കാൻ നോക്കിയാലും സത്യം പുറത്തു കൊണ്ടുവരുന്നതുവരെ രാജ്യവ്യാപകമായ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും.